നമസ്കാരം, ഞാൻ ജയന്താണ്. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. കുറേ വിവരമില്ലാത്ത രക്ഷിതാക്കളുണ്ട് ഈ മക്കളെയൊക്കെ അമേരിക്കയിലും ലണ്ടനിലും കാനഡയിലൊക്കെ വിട്ട് പഠിപ്പിക്കുന്ന, അതായത് പൈസയുടെ ആഡംബരം കാണിക്കാനായിട്ട് വിട്ട് പഠിപ്പിക്കുന്ന രക്ഷിതാക്കൾ കാണേണ്ട ഒരു ചിത്രമാണ് ഈ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. നമ്മുടെ നാട്ടിലെ കുട്ടികൾ നശിച്ചു പോയി. നശിക്കാനായിട്ട് ഇനി വേറെ ആരുമില്ല. നമ്മൾ നോക്കുമ്പോൾ നമ്മളെ കണ്ട് ചിരിക്കുന്ന ഓരോരുത്തരും അവർ നമ്മളെ കാണുമ്പോൾ ചിരിക്കുന്നു, പക്ഷേ അവർ ഉള്ളിൽ അത് എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വെച്ചാണ് നമ്മളോട് ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? പക്ഷേ ഈ ഒരു ചിത്രം കണ്ടാൽ നമുക്കത് മനസ്സിലാവും. നാദിർ ഷാ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ നമ്മുടെ കൊച്ചി നഗരത്തിൽ എന്ത് തെണ്ടിത്തരമാണ് നടക്കുന്നതെന്ന് തുറന്നു കാണിച്ചേക്കുകയാണ്. പോലീസോ മീഡിയയോ ഇതുവരെ കുത്തി കാണിക്കാത്ത പല സംഭവങ്ങളും നാദിർ ഷാ എന്ന് പറയുന്ന ഡയറക്ടർ തുറന്നു കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രം ചിലപ്പോൾ ഡീഗ്രേഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാര്യം പല ലഹരി എന്ന് വിൽക്കുന്ന പല ഡീലർമാർക്കും ഈ ഒരു സിനിമ പണിയാവാൻ ചാൻസ് ഉണ്ട്. പടത്തിൽ പ്രത്യേകിച്ച് കൊക്കൈൻ എന്ന് പറയുന്ന ഒരു സംഭവം, കോളേജ് കഴിഞ്ഞ് ഒരു പെൺകുട്ടി ഇതിൻ്റെ ഒരു ഡീലറായി മാറുന്നു. അതിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു പടത്തിലൂടെ കാണിക്കുന്നത്. അത്യാവശ്യം കോമഡിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ചിത്രമാണ്. അടിച്ചു കയറി വാ റിയാസ് ഖാൻ അതിൽ ഗസ്റ്റ് റോളായിട്ട് വരുന്നുണ്ട്. അതൊക്കെ നല്ല മനോഹരമായ അനുഭവമാണ്. നമുക്ക് അതേപോലെയുള്ള വിവരമില്ലാത്ത രക്ഷിതാക്കൾ ഒന്ന് കണ്ടിരിക്കാനുള്ള ഒരു ചിത്രം. അർജുൻ അശോകൻ, ദേവിക സഞ്ജയ്, ഷൈൻ ടോം ചാക്കോ. റാഫി ഡയറക്ടറുടെ മകൻ മുബീൻ റാഫിയാണ്. പുള്ളിയുടെ ആദ്യത്തെ ചിത്രമാണ്. പുള്ളിയും വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. ഒരു ആദ്യത്തെ അറ്റംപ്റ്റ് ആണെന്ന് എന്തായാലും പറയത്തില്ല. പുള്ളി മനോഹരമായാണ് ഈ ഒരു മൂവിയിൽ ആദ്യം തൊട്ട് അവസാനം വരെ ചെയ്തേക്കുന്നത്. എന്തായാലും പുള്ളിക്ക് എന്തായാലും ഭാവിയിലേക്കൊരു ചർച്ച എന്തായാലും ഈ പടത്തിലൂടെ ഞാൻ കാണുന്നുണ്ട്. ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് ഈ ഒരു പടം പ്രത്യേകിച്ച് ലാഗോ ബോറിങ്ങോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് കണ്ടോണ്ടിരിക്കാം. അമർ അക്ബർ അന്തോണി, കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ, ഞാനാം ഷാജി, ഈശോ, ഈ വീടിന്റെ നാഥൻ എന്നീ പറയുന്ന ചിത്രങ്ങൾക്ക് ശേഷം നാദിർ ഷാ ചെയ്തേക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു മൂവിയാണ്. പെൺമക്കളുള്ള വീട്ടുകാരും ആൺകുട്ടികളുള്ള വീട്ടുകാരും കണ്ടിരിക്കേണ്ട ഒരു ചിത്രം എന്നേ പറയാൻ പറ്റും. നമ്മുടെ ദൃശ്യം സിനിമയെ കണ്ടിട്ടില്ല. അത് ജസ്റ്റ് ചെറിയൊരു സംഭവം നടക്കുന്നു. കുറേ പിള്ളേരുണ്ട് സ്കൂളിലെന്നൊക്കെ പറഞ്ഞ് പോയി അവർ ഈ MDMഉം കഞ്ചാവും സിറിഞ്ചും അവർ ആലോചിക്കുന്നില്ല. അവർ ഈ സാധനങ്ങളൊക്കെ വലിച്ചു തരുന്ന സമയത്ത് ആ സമയത്തൊരു സുഖമുണ്ടെങ്കിലും പക്ഷെ ഭാവിയിൽ നിങ്ങളെ ഒരു വലിയ വിപത്താണ് നിങ്ങളെ കൊണ്ടുപോകാനിരിക്കുന്നതെന്ന് ആരും ആലോചിക്കുന്നില്ല. കാര്യം ഇപ്പോഴത്തെ പുതുതലമുറയുടെ ന്യൂ ജനറേഷൻ പിള്ളേരുടെ ഒരു സ്വഭാവം ആണ് നമുക്ക് സിനിമയിലാണെങ്കിലും നേരിട്ടാണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ ഈ വളർത്തുന്ന തന്തമാരെയും തള്ളമാരെയാണ് ആദ്യം പറയാനുള്ളത്. അവരെയൊക്കെ പിടിച്ച് 4 നല്ല ചൂരിൽ വെട്ടി 4 പൊട്ടിച്ച് ഇവരെ പറഞ്ഞ് ആദ്യം മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ മക്കൾ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പോകും. അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ അത് ഓക്കെ ആക്കിയാൽ മാത്രമേ എന്തായാലും ഈ സാധനങ്ങൾ ഇവിടെ നിന്ന് പോകാൻ പോണില്ല. മാസങ്ങൾ കഴിയും തോറും ഇതൊക്കെ ഇനി കൂടിയേ വരും. ഇപ്പൊ ഗോവയിലും ഒക്കെ ഇതൊക്കെ ഒരു നോർമൽ ആയിട്ടുള്ളതാണ് ഈ ഒരു MDMA. ഇപ്പോഴൊക്കെ ഒത്തിരി ഒരു സീനുള്ള ഒരു സാധനമാണ് ഈ MDMA എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് നാളെ ഒരു ബേക്കറി ചെന്ന് 1/2 കിലോ MDMA, ഇപ്പൊ ഈ മാങ്ങ, ഞാൻ 1/2 കിലോ മാങ്ങ എന്നൊക്കെ പറയുന്ന പോലെ 1/2 കിലോ MDMA എന്ന് വെച്ച് നമുക്ക് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഇതേപോലെ തിന്നാൻ പറ്റും. ഇത്രയേ ഉള്ളൂ ഈ പടത്തെ പറ്റി എനിക്ക് പറയാനുള്ളത്.